നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പാലക്കാട് ജില്ലയിൽ ആകെ ലഭിച്ചത് 23 പത്രികകൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും വ്യാഴാഴ്ച പത്രിക നൽകി. രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ കോൺഗ്രസിന് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കുകയെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MP രാജേഷ്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ചെറുപ്പശ്ശേരി നെല്ലായ തൃക്കടിരി മേഖലയിൽ MP രാജേഷിന്റെ പ്രചരണം. വേനൽ രൂക്ഷമായതോടെ വെള്ളിയാർ പുഴയും ചരിത്രത്തിലാദ്യമായി വറ്റി വരണ്ടു. പുഴയിലെ കുടിവെള്ള പദ്ധതികളും പുഴവെള്ളം ആശ്രയിച്ച് കൃഷിയിറക്കിയവരും പ്രതിസന്ധിയിൽ. ചൂടിന് നേരിയ ആശ്വാസം പകർന്ന പരക്കെ വേനൽ മഴ. മണ്ണാർക്കാട് കുന്തിപ്പുഴ ആറാട്ടുകടവിലെ ഭൂമിത്തർക്കം. റവന്യൂ അധികൃതർ സർവേ നടത്തി. സർവേ കല്ല് നോക്കാതെ പഴയ സ്കെച്ച് വെച്ച് സർവേ നടത്തിയതിൽ പ്രതിഷേധവും. ഈ രീതിയിലുള്ള സർവേ അംഗീകരിക്കില്ലെന്ന് നാട്ടുകാരും മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റിയും. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പരിശോധന ശക്തമാക്കി പോലീസും എക്സൈസും. മണ്ണാർക്കാട് അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ച 55 ലിറ്റർ വിദേശമദ്യം പോലീസ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. ചെറുപ്പശ്ശേരിയിൽ എക്സൈസ് സംഘം 350 ലിറ്റർ വാഷും ചാരായവും പിടികൂടി. കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ മോഷണശ്രമം. ഓഫീസിലും ലൈബ്രറിയിലും ലാബിലും സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിൽ. ഒന്നും നഷ്ടമായിട്ടില്ലെന്ന സ്കൂൾ അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പാലക്കാട് NDA UDF സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച പത്രിക സമർപ്പിച്ചു. പ്രവർത്തകരോടും നേതാക്കളോടും ഒപ്പം വൻ പ്രകടനമായി എത്തിയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇത്തവണ ശുഭപ്രതീക്ഷയിലാണെന്നും മണ്ഡലത്തിൽ മികച്ച വിജയം ഉറപ്പാണെന്നും പത്രിക സമർപ്പിച്ച ശേഷം VK ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് VK ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റിലെത്തിയത്. കോൺഗ്രസ് നേതാക്കളായ CP മുഹമ്മദ്, VS വിജയരാഘവൻ, ഷാഫി പറമ്പിൽ MLA, PV രാജേഷ്, C ചന്ദ്രൻ, KA തുളസി, KA കുമാരി തുടങ്ങിയവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും UDF വിജയിക്കുമെന്ന കാര്യത്തിൽ ശുഭപ്രതീക്ഷയിലാണ് ഉള്ളതെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം VK ശ്രീകണ്ഠൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആദ്യ റൗണ്ട് പ്രചരണം നടത്തിയപ്പോൾ തന്നെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി കാണാൻ സാധിച്ചു. ആ മാറ്റം ഇത്തവണ UDFിലൂടെ ഉണ്ടാകുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റത്തോടുകൂടി പിടിച്ചടക്കും. ഈ ഒരു റൗണ്ട് സ്ഥാനാർത്ഥി പ്രചരണ പരിപാടി പൂർത്തിയാക്കിയപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. 1/4 നൂറ്റാണ്ട് കാലത്തെ ഒരു രാഷ്ട്രീയ അടിമത്തം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അടിമത്തത്തിൽ നിന്നും ഒരു മോചനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ശബരിമല വിശ്വാസം തകർത്തവർക്കെതിരെയും വോട്ടർമാർ വിധിയെഴുതുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TB ബാബുവും വ്യാഴാഴ്ച പത്രിക സമർപ്പിച്ചു. ഉച്ചയോടെ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. പാലക്കാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തെ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയത്തിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TB ബാബുവും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയത്. തുടർന്ന് ജില്ലാ കളക്ടറും വരണാധികാരിയുമായ D ബാലമുരളിക്ക് മുമ്പാകെ C കൃഷ്ണകുമാർ പത്രിക സമർപ്പിച്ചു. BJP ദേശീയ കൗൺസിൽ അംഗം S ബാലസുബ്രഹ്മണ്യൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മധ്യമേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, BDJS ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ, AIADMK ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ, BJP സംസ്ഥാന സമിതി അംഗം P സാബു, തെരഞ്ഞെടുപ്പ് സംയോജകൻ സുധീർ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സന്ദീപ് ജി വാര്യർ, BJP ജില്ലാ നേതാക്കളായ KV ജയൻ, പ്രദീപ് കുമാർ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ BJP ചരിത്രം കുറിക്കുമെന്നും അക്രമ രാഷ്ട്രീയത്തിനും അഴിമതിക്കും എതിരായ വിധിയെഴുത്താവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും പത്രിക സമർപ്പിച്ച ശേഷം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലായി ആകെ ലഭിച്ചത് 23 പത്രികകൾ. അവസാന ദിനം 12 നാമനിർദ്ദേശ പത്രികകളാണ് ജില്ലയിൽ സമർപ്പിച്ചത്. പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പൊതുതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ പാലക്കാട് ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലായി പത്രിക സമർപ്പിച്ചത് 23 സ്ഥാനാർത്ഥികൾ. പാലക്കാട് മണ്ഡലത്തിൽ 13ഉം ആലത്തൂർ മണ്ഡലത്തിൽ 10ഉം സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ജില്ലയിൽ ആദ്യ പത്രിക മാർച്ച് 30-ന് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവാണ് സമർപ്പിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിലായി ആലത്തൂർ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PK രമ്യ, BDJ സ്ഥാനാർത്ഥി TV ബാബു, ബഹുജൻ ദ്രാവിഡ പാർട്ടി സ്ഥാനാർത്ഥി V കൃഷ്ണൻകുട്ടി, BSP സ്ഥാനാർത്ഥി ജയൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ KK വനജ, PK പ്രദീപ് കുമാർ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ആദ്യം പത്രിക സമർപ്പിച്ചത് LDF സ്ഥാനാർത്ഥി MB രാജേഷാണ്. ഏപ്രിൽ 2-നാണ് MB രാജേഷ് പത്രിക സമർപ്പിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, BSP സ്ഥാനാർത്ഥി ഹരി അരുമ്പിൽ, SDPI സ്ഥാനാർത്ഥി K തുളസീധരൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ബാലകൃഷ്ണൻ, M രാജേഷ്, C ചന്ദ്രൻ, P രാജേഷ് എന്നിവരും പത്രിക സമർപ്പിച്ചു. അവസാന ദിവസമായ വ്യാഴാഴ്ച ജില്ലയിൽ ലഭിച്ചത് 12 നാമനിർദ്ദേശ പത്രികകളാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 5ഉം പാലക്കാട് മണ്ഡലത്തിൽ നിന്നും 7ഉം നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ഡമ്മി സ്ഥാനാർത്ഥികളും, UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും ഡമ്മി സ്ഥാനാർത്ഥികളും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ M രാജേഷ്, C ചന്ദ്രൻ, P രാജേഷ് എന്നിവരുമാണ് പത്രിക നൽകിയത്. നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പാലക്കാട് LDF സ്ഥാനാർത്ഥി MB രാജേഷ് വ്യാഴാഴ്ച ചെറുപ്പശ്ശേരിയിലും ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിലും പര്യടനം നടത്തി. ആവേശകരമായ സ്വീകരണമാണ് MB രാജേഷിന് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ കോൺഗ്രസിന് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കുകയെന്ന് MB രാജേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീറും വാശിയും കൂടിക്കൊണ്ടിരിക്കെ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി MB രാജേഷ് വ്യാഴാഴ്ച ചെറുപ്പശ്ശേരി ഉൾപ്പെടെ ഷൊർണൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ഓരോ കേന്ദ്രങ്ങളിലും പ്രവർത്തകർ നൽകിയത്. രാവിലെ കാറൽമണ്ണയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് കരുമാനാംകുറിശി, തെക്കുമുറി, കാറൽമണ്ണ, സെക്രട്ടറിപ്പടി എന്നിവിടങ്ങളിലും തൃക്കടിരി, കീഴൂർ എന്നിവിടങ്ങളിലും വോട്ടഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം നെല്ലായ പഞ്ചായത്തിലായിരുന്നു പര്യടനം. വളയംമുച്ചി, കുളപ്പട, മാവുണ്ടി, തച്ചങ്ങാട്, പട്ടിശ്ശേരി, മോളൂർ, എഴുവന്തല, അംബേദ്കർ കോളനി എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് MB രാജേഷിന് കിട്ടിയത്. MB രാജേഷിന്റെ 3ാം ഘട്ട പര്യടനമാണ് വ്യാഴാഴ്ച മണ്ഡലത്തിൽ നടന്നത്. ജനങ്ങളുടെ ആവേശം വലിയ ആത്മവിശ്വാസം നൽകുന്നതായി MB രാജേഷ് ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന്. കൊടും ചൂടിനെ പോലും വെല്ലുന്ന നിലയിലുള്ള ജനപങ്കാളിത്തം, അതും ആബാലവൃദ്ധം ആളുകളുടെയും പങ്കാളിത്തമാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 കൂട്ടരുടെ പങ്കാളിത്തം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന്, പെൻഷൻ വാങ്ങുന്നവരുടെ, സാമൂഹികക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പങ്കാളിത്തം. പലയിടത്തും അവർ വന്ന് മാലയിടുന്ന സ്ഥിതി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്തതാണ്. അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, കാരണം ഒരു കൂട്ടർ സംസ്ഥാന സർക്കാരിൻ്റെ ഗുണഭോക്താക്കളാണെങ്കിൽ, പെൻഷൻ്റെ ഗുണഭോക്താക്കളാണെങ്കിൽ, തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹത്തിൻ്റെ ഇരകളാണ്. അവർക്ക് 6 മാസമായിട്ട് കൂലി കൊടുത്തിട്ടില്ല. ഈ 2 വിഭാഗവും വലിയ തോതിൽ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും കോൺഗ്രസിനുണ്ടാകില്ലെന്നും ഇടതുപക്ഷത്തിന് മികച്ച വിജയം തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും. തീർച്ചയായിട്ടും UDFനെ വളരെ ദോഷകരമായിട്ടത് ബാധിക്കും. കാരണം BJPയെ നേരിടാൻ കെൽപ്പില്ലാതെ ഒളിച്ചോടിയൊരു നേതാവിൻ്റെ അണികളാണ് എന്നതോടുകൂടി UDFൻ്റെ ആത്മവിശ്വാസം മുഴുവൻ ചോർന്നു വരികയാണ്. PK ശശി MLA, CPM ഏരിയ സെക്രട്ടറി KB സുഭാഷ്, CPI നേതാവ് OK സൈദലവി തുടങ്ങിയവരും മറ്റ് നേതാക്കളും പ്രവർത്തകരും വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. BJP കുലുക്കല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KV ജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നീലിൻ ശങ്കർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് മനോജ്, രാജൻ മണ്ടുന്നറ, ഗോപകുമാർ, ശിവനാരായണൻ എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. പ്രസ്ഥാനത്തെ, സമുച്ചയത്തെ ഈ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഈ പാരമ്പര്യത്തിൽ നിന്ന് പുറന്തള്ളുവാനാണ് പിണറായി വിജയനും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും ശ്രമിച്ചത് എന്നുള്ള ആ സത്യം ഒരിക്കലും കേരളത്തിലെ വിശ്വാസി സമൂഹം മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ അമ്പലങ്ങൾ നിലനിൽക്കണം, നമ്മുടെ ആചാരങ്ങൾ നിലനിൽക്കണം, നമ്മുടെ കുടുംബ വ്യവസ്ഥകൾ നിലനിൽക്കണം, നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും നിലനിൽക്കണം. അതൊക്കെ നിലനിൽക്കേണ്ടത് ഇനി വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ണാർക്കാട് പോലീസ് നടത്തിയ പരിശോധനയിൽ വിദേശമദ്യം പിടികൂടി 4 പേർ അറസ്റ്റിൽ. മാഹിയിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ച 55 ലിറ്റർ വിദേശമദ്യമാണ് മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത്. മദ്യം കടത്താൻ ശ്രമിച്ച ജീപ്പും പിടിച്ചെടുത്തു. മാഹിയിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ച വിദേശമദ്യം മണ്ണാർക്കാട് പോലീസ് പിടികൂടി. 500 മില്ലി ലിറ്ററിന്റെ 105 കുപ്പികളാണ് SI അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തെങ്കര കലാലിന് സമീപം പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടി സ്വദേശികളായ താവളം അനിനിവാസിൽ കന്ദസ്വാമി, കോട്ടത്തറ വെള്ളാമറയൂരിൽ നഞ്ചൻ, മലപ്പുറം കട്ടമഞ്ചിറ അഷ്റഫ്, ഫറൂഖ് നെല്ലിക്കാവിൽ നവാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രത്യേക സജ്ജീകരിച്ച ജീപ്പിലാണ് മദ്യം കടത്താൻ ശ്രമിച്ചത്. മാഹിയിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെർപ്പളശ്ശേരി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 350 ലിറ്റർ വാഷും ചാരായവും പിടികൂടി. ഒരാൾക്കെതിരെ കേസെടുത്തു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെർപ്പളശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടറും പാർട്ടിയും ഇലക്ഷൻ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കടമ്പഴിപ്പുറം ടൗണിൽ നിന്നും മാരുതി ഒമിനിവാനിൽ കടത്തിക്കൊണ്ടുവന്ന 1 ലിറ്റർ ചാരായം പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈരാട് ഇടൂർക്കുന്ന് ഭാഗത്ത് കാരപറമ്പ് കോറിക്ക് സമീപത്തു നിന്നും 150 ലിറ്റർ വാഷും മണ്ണമ്പറ്റ ചീനിക്കടവ് പുഴയുടെ കരയിൽ നിന്നും 4 ബാരലുകളിലായി സൂക്ഷിച്ച 200 ലിറ്റർ വാഷും പിടികൂടി. വാനിൽ നിന്നും ചാരായം പിടിച്ച കേസിൽ കടമ്പളിപ്പുറം പാലക്കൽ വീട്ടിൽ ഹാരിഷിനെതിരെ കേസെടുത്തു. ഒറ്റപ്പാലം ഇലക്ഷൻ വിഭാഗവും ചെർപ്പശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ A. ശ്രീധരൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P. ഹാരിഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ VK പ്രസാദ്, CP ശിവശങ്കരൻ, സന്തോഷ് കുമാർ തുടങ്ങിയവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കുന്തിപ്പുഴ ആറാട്ടുകടവിലെ ഭൂമി തർക്കം. റവന്യൂ അധികൃതർ സർവേ നടത്തി. എന്നാൽ സർവേ കല്ല് നോക്കാതെ പഴയ സ്കെച്ച് വെച്ച് സർവേ നടത്തിയത് പ്രതിഷേധത്തിനും ഇടയാക്കി. ഈ രീതിയിലുള്ള സർവേ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരും മണ്ണാർക്കാട്ടെ പൂരാഘോഷ കമ്മിറ്റിയും. മണ്ണാർക്കാട്ടെ പൂരത്തിൻ്റെ ഭാഗമായുള്ള കഞ്ഞിപ്പാർച്ച നടക്കുന്ന സ്ഥലമാണ് പ്രശ്നമായിരിക്കുന്നത്. കുന്തിപ്പുഴ ആറാട്ടുകടവിലെ ഭൂമി തർക്കം റവന്യൂ അധികൃതർ സർവേ നടത്തി. മണ്ണാർക്കാട് പൂരവുമായി ബന്ധപ്പെട്ട് കഞ്ഞിപ്പാർച്ച നടക്കുന്ന സ്ഥലമാണ് സ്വകാര്യ വ്യക്തി അവകാശമുന്നയിച്ച് അതിരിട്ടത്. ഇതാണ് തർക്കത്തിന് ഇടയായത്. ഈ തർക്കം പരിഹരിക്കാൻ തഹസിൽദാർ നേതൃത്വത്തിൽ യോഗം ചേർന്ന ഏപ്രിൽ 15 മുമ്പായി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച റവന്യൂ അധികൃതർ സർവേ നടത്തിയത്. എന്നാൽ സർവേ കല്ലില്ലാതെ പഴയ സ്കെച്ച് വെച്ച് സർവേ നടത്തിയത് വിവാദമായി. സർവേ കല്ലിന്റെ അടിസ്ഥാനമില്ലാതെ ഇത്തരത്തിലുള്ള അളവെടുപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി M. പുരുഷോത്തമൻ പറഞ്ഞു. സ്വകാര്യ വ്യക്തി വളച്ചു കിട്ടിയ സ്ഥലം പുഴയുടെ ഭാഗമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് നഗരസഭ ഏറ്റെടുക്കണമെന്നും M. പുരുഷോത്തമൻ ആവശ്യപ്പെട്ടു. സർവേ കല്ലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അളവാണ് ഇപ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ സർവേ കല്ലിനെ അടിസ്ഥാനപ്പെടുത്താതെയുള്ള ഈ അളവ് പുഴയുടെ ഇന്നത്തെ രീതിയല്ല നാളെ. ഓരോ വർഷവും പുഴ മാറും. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ അളവിനെ വെച്ചുകൊണ്ട് ഒരു തർക്കം പരിഹരിക്കാൻ ചിലപ്പോൾ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ അതിന് വീണ്ടും ആ തർക്കം പരിഹരിക്കപ്പെട്ടൊന്നും വരില്ല. ഏതായാലും ശരി, പൂരാഘോഷ കമ്മിറ്റിയുടെ നിലപാട് എന്ന് പറയുന്നത് പുഴയുടെ ഭാഗമാണെങ്കിൽ അതൊരു സ്വകാര്യ വ്യക്തിക്ക് അവകാശപ്പെടാമോ? അങ്ങനെ അവകാശപ്പെടുകയാണെങ്കിൽ അത് പൊതുസ്വത്തായിട്ട് നിലനിർത്തണ്ടേ? അങ്ങനെ നിലനിർത്തുമ്പോൾ അത് മുനിസിപ്പാലിറ്റി ഇടപെട്ടുകൊണ്ട് അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിൽ കൂടി ആ സ്ഥലം പൊതുവായി നിലനിർത്തണം. കാരണം കഞ്ഞിപ്പാർച്ചയുടെ മണ്ണാർക്കാട് പൂരത്തിൻ്റെയൊന്നും പിന്നെ പഴക്കത്തെ സംബന്ധിച്ചിടത്തോളമൊന്നും ആർക്കും ഒരു തർക്കമില്ല. ഇതേസമയം സർവേ കല്ല് അപ്രത്യക്ഷമായതിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്കല്ലെന്ന് സ്ഥലമുടമ പറഞ്ഞു. അവകാശപ്പെട്ട സ്ഥലം വിട്ടുകിട്ടുന്നതുവരെ നിയമപോരാട്ടം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സർവേ കല്ല് എവിടെയാണെന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് ഞാൻ JCB എല്ലാം ഉപയോഗിച്ചിരുന്നത്. അതായത് ഓരോ കൊല്ലത്തിനും പൂരത്തിന് JCB ഉപയോഗിച്ചിട്ട് ഇവിടെ മാന്തും നിരത്തും ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഇവർ തന്നെയാണ്. പിന്നെ ആ കല്ല് എവിടെ പോയി എന്ന് ഇവരാണ് ശരിക്കും പറയേണ്ടത്. കല്ല് പോയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ റവന്യൂ അധികാരികൾ അളന്നു തരുന്ന നമ്മൾ തൃപ്തിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്, എല്ലാം അംഗീകരിച്ചാണ്. അവർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് തർക്കിച്ചിട്ട് പോകുന്നുണ്ട്. ഇതാണെങ്കിൽ ആകെ ഉള്ളത് 2 ഏക്കർ 68 സെൻറ്റ്. അതിന് 10-32 അംഗങ്ങളും ഉണ്ട് ഇതിന്. 3 അംഗങ്ങളുടെ മക്കളും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് 10-22-25 അംഗങ്ങളുണ്ട്. ഇത് അവർക്കുള്ളതാണ് ആകെ ഈ 2 ഏക്കർ 68 സെൻറ്റ്. ഒരുപാട് ഭൂമി ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ പോട്ടെ ദാനം ചെയ്യാമെന്ന് കരുതുക. ആകെ ഞങ്ങൾ ഇത്രയും അംഗങ്ങൾക്ക് ഞങ്ങൾക്കുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. വേനൽ രൂക്ഷമായതോടെ വെള്ളിയാർപ്പുഴയും ചരിത്രത്തിൽ ആദ്യമായി വറ്റിവരണ്ടു. വേനലിൽ പുഴയെ ആശ്രയിച്ച് കൃഷി ഇറക്കിയവരും കുടിവെള്ളത്തിനായി പുഴയെ ആശ്രയിക്കുന്നവരും ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. എത്ര വേനലിലും നീരൊഴുക്കുണ്ടായിരുന്ന പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണെന്ന് ഞങ്ങളുടെ കരിങ്കല്ലത്താണി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വേനൽ കടുത്തതോടെ വെള്ളിയാർപ്പുഴയും മെലിഞ്ഞുണങ്ങി. എത്ര കഠിനമായ വേനലിലും വറ്റിയിരുന്നില്ല ഈ പുഴ. എന്നാൽ ഇത്തവണ പുഴ പൂർണ്ണമായും വറ്റി വരണ്ടു. പുഴയുടെ നടുക്കുള്ള ചെറിയ കുഴികളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളം കാണാനാവുന്നത്.
പുഴയുടെ പല ഭാഗങ്ങളിലായി താൽക്കാലിക തടയണകൾ നിർമ്മിച്ചത് കാണാം. ഇവയെല്ലാം ഇന്ന് നോക്കുകുത്തി മാത്രമായി. തടയണയിൽ കെട്ടിനിർത്താനുള്ള വെള്ളം പോയിട്ട് കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും വെള്ളിയാറിൽ ഇന്നില്ല. ഈ പുഴയെ മാത്രം ആശ്രയിച്ച് നിരവധി കർഷകർ വേനലിൽ കൃഷി ചെയ്യാറുണ്ട്. മാത്രമല്ല അലക്കാനും കുളിക്കാനും കുടിവെള്ള പദ്ധതികളായും വേനലിൽ വെള്ളിയാറിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണ്. ഇത്തരത്തിൽ പുഴ ഉണങ്ങിക്കാണുന്നത് ആദ്യമായിട്ടാണെന്ന് പ്രദേശത്തുകാർ പറയുന്നു. ഈ ഒരു പുഴനെ ആശ്രയിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിയായിട്ടും അലക്കലായിട്ടും അങ്ങനത്തെ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ഒരു പുഴയാണിത്. അപ്പോൾ പിന്നെ ഈ ഒരു പുഴയിൽ വെള്ളം ഉണ്ടെങ്കിലാണ് ഇവിടുത്തെ പരിസരത്തുള്ള എല്ലാ കിണറുകളിലും വെള്ളം ഉണ്ടാകാറ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്, ഇപ്പോൾ തടയണ നിർമ്മിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഓരോ പദ്ധതി പ്രകാരം. പക്ഷേ തടയണ നിർമ്മിച്ചിട്ടും ഒന്നും കാര്യമല്ല. ഇപ്പോൾ വെള്ളമില്ലാത്ത വളരെ ഒരു മോശമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പുഴേണ്ടത് കാണുന്നത്. പാടെ തീരൊഴുക്ക് നിലച്ചതോടെ സമീപത്തെ കിണറുകളിലെയും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളിലെയും വെള്ളം വറ്റുമോ എന്ന ആശങ്കയുമുണ്ട്. വെള്ളിയാർ പുഴയുടെ തിരുവിഴാംകുന്ന് മുറിയങ്കണ്ണി ഭാഗത്തും അലനല്ലൂർ കണ്ണംകുണ്ട് ഭാഗത്തും ഉൾപ്പെടെ പുഴ മരുഭൂമിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ പ്രദേശവാസികളെയെല്ലാം ഭീതിയിലാഴ്ത്തി മലവെള്ളപ്പാച്ചിലുണ്ടായ വെള്ളിയാർ പുഴ ഇന്ന് ഇരട്ടി വെള്ളം പോലുമില്ലാതെ മണൽത്തട്ടയായി മാറിയിരിക്കുന്നു. കയ്യേറ്റവും മാലിന്യം തള്ളലും പുഴയുടെ നാശം പൂർണ്ണമാക്കുന്നുണ്ട്. പൊള്ളുന്ന ചൂടിൽ ആശ്വാസമായി പരക്കെ വേനൽ മഴ. വ്യാഴാഴ്ച വൈകിട്ടാണ് വിവിധയിടങ്ങളിൽ താരതമ്യേന ശക്തമായ വേനൽ മഴ ലഭിച്ചത്. കടുത്ത വേനലിൽ പാലക്കാട് ഉൾപ്പെടെ താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ എത്തിനിൽക്കെയാണ് ചൂടിന് ആശ്വാസമായി വ്യാഴാഴ്ച വൈകിട്ട് വേനൽ മഴ പെയ്തത്. താരതമ്യേന ശക്തമായ മഴ തന്നെയാണ് എല്ലായിടത്തും പെയ്തത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലെല്ലാം മഴ കിട്ടി. ഇത്തവണ വേനൽ തുടങ്ങി ഇതാദ്യമായാണ് മഴ പെയ്യുന്നത്. ചൂടിന് ശമനമേകി അപ്രതീക്ഷിതമായി പെയ്ത മഴ പലരും ആസ്വദിച്ചു. ചൂട് സഹിക്കവയ്യാതെ കുടയെടുത്ത് പുറത്തിറങ്ങിയവർക്ക് മഴ പെയ്തതോടെ ഇത് ഉപകാരപ്പെട്ടു. 2 ദിവസമായി അന്തരീക്ഷം മേഘാവൃതമാണെങ്കിലും ചൂടിന് കുറവുണ്ടായിരുന്നില്ല. ഇനിയും ശക്തമായ മഴ കിട്ടിയാൽ മാത്രമേ ചൂടിനും ഇപ്പോൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകൂ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം. കടമ്പടിപ്പുറം ഹൈസ്കൂളിൽ മോഷണശ്രമം. സ്കൂളിലെ ഓഫീസിലും ലൈബ്രറിയിലും ലാബിലുമാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടമ്പളിപ്പുറം ഹൈസ്കൂളിലെ ഓഫീസ്, ലൈബ്രറി, ലാബ് എന്നിവിടങ്ങളിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെ വാതിലിന്റെ പൂട്ട് തകർത്തും വാതിൽ തകർത്തുമാണ് മോഷ്ടാവ് അകത്തു കയറിയിരിക്കുന്നത്. ഓഫീസ് മുറിയിലെയും ലൈബ്രറിയിലെയും പാഠപുസ്തകങ്ങളും മറ്റ് അനുബന്ധ പുസ്തകങ്ങളും പുറത്തേക്ക് വലിച്ചുവാരിയിട്ട നിലയിലാണുള്ളത്. കൂടാതെ കുറച്ച് പുസ്തകങ്ങൾ ചാക്കിൽ കെട്ടി പുറത്തിട്ട നിലയിലാണുള്ളത്. അതുപോലെ തന്നെ ഓഫീസ് മുറിയിലുള്ള മേശകളും കസേരകളുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് സംശയിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ സ്കൂൾ മാനേജർ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പാലക്കാട് നിന്നുള്ള വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശ്രീകൃഷ്ണപുരം എസ് ഐ NV ദാസൻ, ASI സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, S അയ്യപ്പദാസ്, ഹോംഗാർഡ് ഹരിനാരായണൻ എന്നിവരും സ്കൂളിലെത്തിയിരുന്നു. സ്കൂളിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ മോഷ്ടാവ് എന്ന് കരുതപ്പെടുന്നയാളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാട് മുക്കണ്ണത്ത് വാഹനങ്ങളുടെ കൂട്ടിയിടി. 4 വാഹനങ്ങൾ തകർന്നു. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്ന കാർ മുക്കണ്ണം പാലത്തിന് സമീപമുള്ള വളവിൽ നിയന്ത്രണം തെറ്റി നേരെ മുക്കണ്ണം രാമകൃഷ്ണൻ്റെ ചായക്കടയിലേക്ക് പാഞ്ഞു കയറി. ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയെയും 2 ബൈക്കുകളെയും ഇടിച്ചു തെറിപ്പിച്ചു. ആളുകളെല്ലാം ചായക്കടയ്ക്കുള്ളിലായിരുന്നതിനാൽ മറ്റ് അപകടം സംഭവിച്ചില്ല. മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. പള്ളിക്കുന്ന് തോട്ടാശ്ശേരി യാസീദിൻ്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് മണ്ണാർക്കാട് എക്കോ പോസിറ്റീവ് സർക്കിൾ ഇന്റർനാഷണൽ എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നു. മനുഷ്യന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ ഉതകുന്ന പരിശീലനം നൽകുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എക്കോ പോസിറ്റീവ് സർക്കിൾ ഇന്റർനാഷണലിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 7 വൈകുന്നേരം 6 കോടതിപ്പടിയിലെ എമറാൾഡ് ഹോട്ടലിൽ നടക്കും. മണ്ണാർക്കാട് CI TP ഹർഷാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലോഗോ പ്രകാശനം പാടേരി ഗ്രൂപ്പ് MD അബ്ദുൽ കരീമും വെബ്സൈറ്റ് ലോഞ്ചിങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ബാസിദ് മുസ്ലിമും ബ്രോഷർ പ്രകാശനം DDE A അബൂബക്കറും നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എക്കോ പോസിറ്റീവ് സർക്കിൾ ഇന്റർനാഷണൽ മണ്ണാർക്കാട് ബേസ് ചെയ്ത് പുതിയ ഒരു സംരംഭം ആരംഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ കൂട്ടായ്മ രൂപീകരിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകളെ
മുൻപന്തിയിലെത്തിക്കാനും ഇതിൽ വിജയിക്കാനും പ്രേരണ കൊടുക്കുന്ന രീതിയിലൊരു കൂട്ടായ്മയാണ് എക്കോപോസ് ഇൻ്റർനാഷണൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. മണ്ണാർക്കാടിൻ്റെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തോടെ ആരംഭിക്കുന്ന പരിപാടി ഈ വരുന്ന ഏപ്രിൽ 7-ന് 6 മണിക്ക് കോടതിപ്പടിയിലെ ഹോട്ടൽ എമറാഡിൽ ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് CI TP ഫർഷദ് അവർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ പരിപാടിയുടെ ലോഗോ പ്രകാശനം പഴയരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ അബ്ദുൽ കരീം, വെബ്സൈറ്റ് ലോഞ്ചിങ് മണ്ണാർക്കാട് വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാസിദ് മുസ്ലിം, ബ്രോഷർ ഉദ്ഘാടനം ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ അബൂബക്കർ എന്നിവർ നിർവഹിക്കുന്നതാണ്. ഭാരവാഹികളായ M ജംഷീദ്, MP മുഹമ്മദ് റാഫി, അഷ്റഫ്, KP സലീം, മുജീബ് റഹ്മാൻ, മുഹമ്മദ് കോയ, നിതീഷ്, മഹേഷ്, അഞ്ചിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അക്ഷരങ്ങളുടെ ലോകത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രമുഖ എഴുത്തുകാരൻ TR തിരുവിഴാങ്കുന്നിനെ വടശ്ശേരിപ്പുറം EMS പബ്ലിക് ലൈബ്രറിയിൽ ആദരിച്ചു. ചടങ്ങ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. K സോമകുമാരൻ അധ്യക്ഷനായി. സ്വന്തം രചനകളായ 31 പുസ്തകങ്ങളുടെയും ഓരോ കോപ്പി വീതമടങ്ങിയ സ്നേഹ പുസ്തക കിറ്റ് TR തിരുവിഴാങ്കുന്ന് ലൈബ്രറിക്ക് സമ്മാനിച്ചു. ഗലീലിയോ ബാലവേദി ഭാരവാഹികളായ C അനഘ, K ധന്യ എന്നിവർ ചേർന്ന പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഭീമനാട് GUP സ്കൂൾ പ്രധാനാധ്യാപകൻ K വിജയകൃഷ്ണൻ TR തിരുവിഴാങ്കുന്നിനെ പൊന്നാട അണിയിച്ചു. കുലുക്കല്ലൂർ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരുന്ന ദേശപൂരത്തിൻ്റെ ഭാഗമായുള്ള ചെറിയ കാളവേലയും പൂരവും ഏപ്രിൽ 5, 6, 7 തീയതികളായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. മപ്പാട്ടുകര ദേശത്തിനാണ് ഈ തവണത്തെ ദേശപൂരത്തിൻ്റെ ചുമതല. ഏപ്രിൽ 5-ന് രാത്രി 7-ന് സോപാന സംഗീതം, തുടർന്ന് സംഗീത കച്ചേരി. ഏപ്രിൽ 6-ന് കാളവേല ദിവസം രാത്രി 7-ന് തായമ്പക, ഇരട്ട തായമ്പക, പാണ്ടിമേളം, രാത്രി 12-ന് കാളയിറക്കം എന്നിവയും ഏപ്രിൽ 7-ന് ദേശപൂരവും വർണ്ണാഭമായി ആഘോഷിക്കും. വാണിജ്യ വാർത്തകൾ. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നെല്ലായ പട്ടണത്തിൽ ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി സഫ ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് പ്രവർത്തനം ആരംഭിച്ചു. സമസ്ത മുഷവറ അംഗം താജു സാദത്ത് സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നെല്ലായയുടെ ഹൃദയഭാഗത്ത് വിവിധ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായാണ് സഫ ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സമസ്ത മുസവറ അംഗം KPC തങ്ങൾ വല്ലപ്പുഴ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത മുസവറ അംഗം MP കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലായ യൂണിറ്റ് പ്രസിഡന്റ് EM ആഷിം എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. TV, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, ഫാൻ തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ് സഫയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് പ്രതിനിധി ഉമ്മർ PTM പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ തുടങ്ങിയവരും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെല്ലായ പള്ളിപ്പടിയിലുള്ള PTM ഫർണിച്ചറും സഫ ഹോം അപ്ലയൻസസിന്റെ സഹോദര സ്ഥാപനമാണ്.
ആഭരണ പ്രേമികൾക്ക് ആഘോഷത്തിൻ്റെ നാളുകൾ സമ്മാനിച്ച് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആനിവേഴ്സറി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങളും ഓഫറുകളുമാണ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായി കവിത ഗോൾഡിൻ്റെ ചെറുപ്പശ്ശേരി, ഒറ്റപ്പാലം, വളാഞ്ചേരി, പൊള്ളാച്ചി ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 27 മുതൽ ജൂൺ 16 വരെ നീണ്ടു നിൽക്കുന്നതാണ് ആനിവേഴ്സറി ആഘോഷം. ആനിവേഴ്സറി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി കവിത ഗോൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. ബമ്പർ സമ്മാനമായി സുസുക്കി സിയാസ് ആഡംബര കാറാണ് നൽകുന്നത്. കൂടാതെ 6 ഹോണ്ട ആക്റ്റീവ് സ്കൂട്ടറുകൾ, ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ തുടങ്ങി മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത സമ്മാനങ്ങളുടെ വലിയ നിര തന്നെ ഒരുക്കിയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 1 പവൻ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട്. ഈ ആഘോഷവേളയിൽ വാങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട് നൽകുന്നു. പഴയ ആഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും മൂല്യമനുസരിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ മാറ്റിയെടുക്കാനും അവസരമുണ്ട്. കൂടാതെ 4 സ്കീമുകളും കവിത ഒരുക്കിയിരിക്കുന്നു. മാസത്തവണകളായി പണമടച്ച് ഈസിയായി സ്വർണം വാങ്ങാൻ കഴിയുന്നതാണ് 1ാമത്തെ സ്കീം. ഓരോ തവണയും അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ സ്വർണം അപ്പോഴത്തെ വിലയ്ക്ക് പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് 2ാമത്തെ സ്കീം. പഴയ സ്വർണം കവിതയിൽ ഏൽപ്പിച്ചാൽ 12 മാസത്തിനു ശേഷം അതേ തൂക്കത്തിലുള്ള പുതിയ സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ വാങ്ങാവുന്നതാണ് 3ാമത്തെ സ്കീം. ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ സഹായിക്കുന്ന അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീമാണ് 4ാമത്തേത്. ഉയരുന്ന സ്വർണ്ണവിലയെ നേരിടാൻ കവിത ഗോൾഡിൽ നിശ്ചിത തുക നിക്ഷേപിച്ചാൽ 12 മാസത്തിനു ശേഷം നിക്ഷേപത്തിന് തത്തുല്യമായ തൂക്കത്തിന് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ വാങ്ങാവുന്നതാണ്. ആഭരണപ്രേമികൾക്ക് ഇനി ആഘോഷത്തിന്റെ നാളുകൾ തന്നെയാണ് കവിത ഗോൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം 6 ആക്റ്റീവ സ്കൂട്ടറും പിന്നെ നമ്മൾ സിയാസിൻ്റെ മാരുതി ഹോണ്ട മെഗാപർമ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ച തോറും നമുക്ക് ഹോം അപ്ലയൻസ് നറുക്കെടുപ്പിലൂടെ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി, കൂടുതൽ പേർക്കും സമ്മാനം എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തവണ നമ്മൾ പ്രത്യേകതയായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ പുതിയ പുതിയ മോഡൽസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ബ്രാൻഡിലും ഡയമണ്ട്സിലും എല്ലാവരും പുതിയ പുതിയ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ നമ്മൾ മേക്കിംഗ് ചാർജിലൊക്കെ ഇപ്പോൾ ഡയമണ്ട് മേക്കിംഗ് ചാർജിലൊക്കെ നമ്മൾ 25% ഡിസ്കൗണ്ട് കസ്റ്റമർക്ക് കൊടുത്തു വരുന്നുണ്ട്. അതുപോലെ സർപ്രൈസ് ഗിഫ്റ്റുകൾ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ആഭരണം വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടെ കസ്റ്റമേഴ്സിനും ലഭിക്കാൻ വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പാലക്കാട് ജില്ലയിൽ ആകെ ലഭിച്ചത് 23 പത്രികകൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും വ്യാഴാഴ്ച പത്രിക നൽകി. രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ കോൺഗ്രസിന് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കുകയെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MP രാജേഷ്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചെറുപ്പശ്ശേരി, നെല്ലായ, തൃക്കടിരി മേഖലയിൽ MP രാജേഷിന്റെ പ്രചരണം. വേനൽ രൂക്ഷമായതോടെ വെള്ളിയാർപ്പുഴയും ചരിത്രത്തിലാദ്യമായി വറ്റി വരണ്ടു. പുഴയിലെ കുടിവെള്ള പദ്ധതികളും പുഴവെള്ളം ആശ്രയിച്ച് കൃഷിയിറക്കിയവരും പ്രതിസന്ധിയിൽ. ചൂടിന് നേരിയ ആശ്വാസം പകർന്ന പരക്കെ വേനൽ മഴ. മണ്ണാർക്കാട് കുന്തിപ്പുഴ ആറാട്ടുകടവിലെ ഭൂമി തർക്കം. റവന്യൂ അധികൃതർ സർവേ നടത്തി. സർവേ കല്ല് നോക്കാതെ പഴയ സ്കെച്ച് വെച്ച് സർവേ നടത്തിയതിൽ പ്രതിഷേധവും. ഈ രീതിയിലുള്ള സർവേ അംഗീകരിക്കില്ലെന്ന് നാട്ടുകാരും മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റിയും. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പരിശോധന ശക്തമാക്കി പോലീസും എക്സൈസും. മണ്ണാർക്കാട് അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ച 55 ലിറ്റർ വിദേശമദ്യം പോലീസ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. ചെറുപ്പശ്ശേരിയിൽ എക്സൈസ് സംഘം 350 ലിറ്റർ വാഷും ചാരായവും പിടികൂടി. കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ മോഷണശ്രമം. ഓഫീസിലും ലൈബ്രറിയിലും ലാബിലും സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിൽ. ഒന്നും നഷ്ടമായിട്ടില്ലെന്ന സ്കൂൾ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.